ഹായ് ഓൾ, വെൽക്കം ടു KS Mentor. അപ്പോൾ എല്ലാവരും ഡിഗ്രി ലെവൽ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുകയായിരിക്കും. എല്ലാവരും പഠനം വളരെ തകൃതിയായി നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ചെറിയൊരു ഡൗട്ട്, അല്ലെങ്കിൽ എല്ലാവരും കുറച്ച് നിങ്ങളുടെ സമയം മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴാണ് പരീക്ഷ വരിക, പ്രിലിംസ് എപ്പോഴായിരിക്കും, മെയിൻസ് എപ്പോഴായിരിക്കും. പലരും പറയുന്നു 2025 തന്നെ 24 തന്നെ ജോലിക്ക് കയറാം. അതെല്ലാം കറക്റ്റ് ആണോ, എങ്ങനെയാണ് വരാൻ സാധ്യത, അതൊന്ന് അനലൈസ് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് നേരിട്ട് കടക്കാം. എന്താ ടൈം ടേബിൾ, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾ, ഇപ്പോൾ വരാൻ പോകുന്ന എക്സാമുകളുടെ ടൈം ടേബിൾ എങ്ങനെയായിരിക്കും, എപ്പോഴായിരിക്കും പരീക്ഷകൾ നടക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് 29-ന് അല്ലെ. 29-ന് നോട്ടിഫിക്കേഷൻ വരും. LSGS, SI തുടങ്ങി നിങ്ങൾ 2-3 കൊല്ലങ്ങളായി കാത്തിരുന്ന പോസ്റ്റാണ് ഈ LSGS ഒക്കെ അല്ലെ. പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി, അങ്ങോട്ട് നേരിട്ട് അല്ലെങ്കിൽ ഗസറ്റഡ് റാങ്കിലോട്ട് തന്നെ കയറി നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കാനുള്ള നിങ്ങളുടെ അവസരം, ആ പോസ്റ്റ് ഉൾപ്പെടെ, അല്ലെങ്കിൽ SI ആയിട്ട് സർവീസിൽ കയറാനുള്ള ഉൾപ്പെടെ, രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഞാൻ ഇട്ടിരിക്കുന്നത്. ബാക്കി ജനുവരിയിൽ PSCയുടെ വാർഷിക കലണ്ടർ വരുന്ന സമയത്ത് നമുക്ക് ഇനിയും പോസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിവേ ഈ 2 ഉറപ്പാണ്. 29-ന് എന്ത് വരും, നോട്ടിഫിക്കേഷൻ വരും അല്ലെ. നിങ്ങൾ LD ഒക്കെ പഠിക്കുന്നുണ്ടാവും. നിങ്ങൾ 20 കൊല്ലം LD ക്ലർക്കായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാലാണ് നിങ്ങൾ ഇങ്ങോട്ട് എത്തുക. അവിടേക്കാണ് നേരിട്ട് നിങ്ങളുടെ എൻട്രി ലെവൽ ജോബായിട്ട് നിങ്ങൾ കയറാൻ പോകുന്നത് അല്ലെ. അല്ലെങ്കിൽ കൺഫേർഡ് IAS കിട്ടാവുന്ന, അല്ലെങ്കിൽ IPS വരെ നിങ്ങൾക്ക് എത്താവുന്ന പോസ്റ്റുകൾ, ഒരു തരത്തിലും നിങ്ങൾ മിസ്സാക്കാൻ പാടാത്ത പോസ്റ്റുകൾ എന്നേ ഞാൻ പറയൂ. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ക്രാക്ക് ഇറ്റ്. നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് നിങ്ങളുടെ ആദ്യത്തെ ഡൗട്ട് ആയിരിക്കും പ്രിലിംസ് എപ്പോൾ വരാം. ഇപ്പോൾ ഒരു കഴിഞ്ഞ 3 കൊല്ലമായിട്ട് അറ്റ്ലീസ്റ്റ് PSC ഒരു വ്യക്തമായ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ PSC പറഞ്ഞ സമയത്ത് പരീക്ഷ നടത്തുന്നുണ്ട്, റിസൾട്ട് വരുന്നുണ്ട്, ലിസ്റ്റ് ഇടുന്നുണ്ട്, അപ്പോയിന്റ്മെന്റ് നടക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ഏകദേശം PSCയുടെ ആ ഒരു ഇതുവരെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലേമാൻ പെർസ്പെക്റ്റീവിൽ നമുക്ക് പറയാൻ പറ്റും എപ്പോഴാണ് പ്രിലിംസ് മെയിൻസ് എന്നൊക്കെ. അത് തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. 2 പോസിബിലിറ്റി ഉള്ളത് നോക്കിയേ. 2 പോസിബിലിറ്റി ഉള്ളത് പ്രിലിംസ് നടക്കാൻ. ഒന്ന് മാർച്ചിൽ, എന്നാ നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബർ 29, എന്നാ പ്രിലിംസ് നടക്കാൻ പോകുന്നത് മാർച്ച്. ഒരു ചാൻസ്. അതിനൊരു കാരണം നമുക്കറിയാം, ഏപ്രിൽ മെയ്യിൽ നമ്മുടെ ജനറൽ ഇലക്ഷൻ വരാൻ പോവാ, പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോവാ, ലോക്സഭ ഇലക്ഷൻ. അപ്പോൾ ഈ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ തൊട്ട് മുമ്പ് പ്രിലിംസ് നടത്താനുള്ളതാണ് ഒരു ചാൻസ്, റൈറ്റ്. സോ അങ്ങനെ പ്രിലിംസ് നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ 29 കഴിഞ്ഞ്, ഡിസംബർ വിട്, എത്ര മാസം ഉണ്ട്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 3 മാസം നിങ്ങൾക്കുള്ളൂ. സോ ഈ 3 മാസം നിങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ടില്ലെങ്കിൽ ലേറ്റ് ആണ് അല്ലെ. നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ സിലബസ് ഉണ്ട്. യു ഹാവ് എ സിലബസ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൽ നടത്തുന്ന, അല്ലെങ്കിൽ PSC നടത്തുന്ന അതേ സിലബസ് ആകാൻ തന്നെയാണ് ചാൻസ്. എന്തിന്, ഈ കാണുന്ന കോമൺ പ്രിലിമിനറി എക്സാമിനും. അപ്പൊ നിങ്ങൾ എവിടം വരെ എത്തിയെന്ന് ഇപ്പൊ തന്നെ ഇരുന്ന് അനലൈസ് ചെയ്തോ. ഇനി മാർച്ചിൽ പ്രിലിംസ് നടന്നില്ലെങ്കിൽ പിന്നെ എപ്പോൾ നടക്കാം? പിന്നെ നമുക്കറിയാം ഇലക്ഷൻ ആണ്, ആ സമയത്ത് നടക്കില്ല അല്ലെ. കാരണം എന്താ, ഇലക്ഷന്റെ സമയമാകുന്ന സമയത്ത് നമ്മുടെ സ്കൂളുകളെല്ലാം ഈ പറയുന്ന ഇലക്ഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെല്ലാം, അധ്യാപകരെല്ലാം ഈ ഇലക്ഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡെപ്യൂട്ടേഷനിലൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കുറച്ച് സമയം നിങ്ങൾക്ക് ഫ്രീയാ. അതായത് മാർച്ചിൽ പരീക്ഷ നടന്നില്ലെങ്കിൽ പിന്നെ ചാൻസ് ജൂണിലാണ്, ജൂലൈയിലാണ്. ജൂണിലും പരീക്ഷ നടക്കാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പൊതുവെ PSC ശ്രദ്ധിച്ചാൽ മതി, ഭയങ്കര മൺസൂൺ എൻ്റർ ചെയ്യുന്ന സമയമാണ്, വലിയ മഴയ്ക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്കൂൾ ഓപ്പണിങ്ങിന്റെ സമയമാണ്. ഈ 2 കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ജൂണിൽ പരീക്ഷ നടക്കാനുള്ള ചാൻസ് കുറവാ അല്ലെ. അപ്പൊ പിന്നെ പരീക്ഷ നടക്കാൻ എപ്പോഴാണ് ചാൻസ്? ജൂലൈ. അതായത് ഒന്നുകിൽ മാർച്ച് അല്ലെങ്കിൽ ജൂലൈ. പക്ഷേ ബി പ്രിപ്പയർ ഫോർ മാർച്ച്. മനസ്സിലായല്ലോ? മാർച്ചിൽ പരീക്ഷ വരും എന്ന് കണ്ട് തന്നെ പഠിച്ചോ. ജൂലൈയിലാവാനുള്ള ചാൻസ് മാത്രമേ ഉള്ളൂ. അപ്പോ മാർച്ചിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈ ചാൻസ് ജൂലൈ തന്നെയാണ്, ഡൗട്ടൊന്നുമില്ല. പക്ഷേ മാർച്ചിലായതുകൊണ്ട് തന്നെ നിങ്ങൾ കവർ ചെയ്യുക, നിങ്ങൾ സിലബസ് കവർ ചെയ്യുക. നിങ്ങൾക്ക് അറിയാം അല്ലെ, ജനറൽ ടോപ്പിക്കുകളിൽ എന്തൊക്കെയാ വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. നിങ്ങൾക്ക് പൊളിറ്റി ഉണ്ട്, നിങ്ങൾക്ക് എക്കണോമി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, അല്ലെങ്കിൽ പൊതുവെ MEM മലയാളം, മാത്സ്, ഇംഗ്ലീഷ് ഉണ്ട് അല്ലെ. ഇതെല്ലാം പഠിച്ചുകൊണ്ട് ഒരു എലിമിനേഷൻ സ്റ്റേജ് എന്ന് അങ്ങനെ തന്നെ പറയണം നമ്മുടെ പ്രിലിംസിന്. അത് കടക്കാനുള്ള ഒരു 60 മാർക്ക് അല്ലെങ്കിൽ 70 മാർക്ക് ഉണ്ടാക്കി വെക്കാനുള്ള സമയമാണ് ഈ കാണുന്ന 3-4 മാസം. അത് ചെയ്യണം.
മനസ്സിലായല്ലോ. ആൻഡ് ആഫ്റ്റർ ഓൾ പ്രിലിംസ് കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻസ് എന്നുള്ള ഓപ്ഷൻ തന്നെയുള്ളൂ. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് ഇനിയിപ്പോൾ അറിയാം, സ്പെഷ്യൽ ടോപ്പിക്ക് വരും, അപ്പോൾ പഠിക്കാം, അതിനെക്കുറിച്ച് എന്ത് ചെയ്യും, അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് എന്താണെന്ന് കൂടെ അറിയില്ല, പഞ്ചായത്ത് രാജ് ആക്ട് ആയിരിക്കോ, തണ്ണീർത്തടമായിട്ട് ബന്ധപ്പെട്ട ആക്ടുകളായിരിക്കോ, ഇനി SA ആണെങ്കിൽ IPC, CRPC, ഇനി അതിപ്പോൾ ഭാരതീയ ന്യായ സംഹിതയാവ് വരുമ്പോഴുള്ള മാറ്റങ്ങൾ എന്തൊക്കെ പഠിക്കണം, അതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ മെയിൻസ് സമയത്തേക്ക് വരും. മനസ്സിലായല്ലോ. ഇപ്പോൾ IPC, CRPC എല്ലാം റിവാമ്പ് ചെയ്തിരിക്കുവാണ്. സോ ഇതെല്ലാം പഠിക്കേണ്ടുള്ളത് കൊണ്ട് തന്നെ ജനറൽ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ജനറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ മെയിൻസിനുള്ളതും കൂടെ നിങ്ങൾ എവിടെ പഠിക്കേണ്ടി വരും? ഈ കാണുന്ന സമയത്ത് പഠിക്കേണ്ടി വരും. പ്രിലിംസ് കഴിഞ്ഞ സമയം കിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായല്ലോ. സോ ജനറൽ ടോപ്പിക്കുകൾ ആഴത്തിൽ പഠിക്കുക. പ്രിലിംസിന് വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കില്ല, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ആഴത്തിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ജനറൽ ടോപ്പിക്കുകൾ മെയിൻസിനും കൂടെ ഉള്ളത് ഇവിടെ പഠിച്ചിരിക്കണം. MEM കവർ ചെയ്ത് വെച്ചിരിക്കണം. 50 മാർക്കോളം നിങ്ങൾക്ക് പ്രിലിംസ് കിട്ടും അല്ലെ. മെയിൻസിന് മോശമില്ലാത്ത മാർക്ക് ഉണ്ട് MEM എന്ന്, അതും കയ്യിലാക്കി വെച്ചിരിക്കുക. സോ ദാറ്റ് പ്രിലിംസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പണി പിന്നെന്താ? നിങ്ങളുടെ പണി GSൽ ബാക്കിയുള്ള എന്തെങ്കിലും പഠിക്കുക ആൻഡ് പ്ലസ് സ്പെഷ്യൽ ടോപ്പിക് എന്നൊരു കാര്യം പഠിക്കുക എന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ പണി. മനസ്സിലായല്ലോ. ആൻഡ് മെയിൻസിലോട്ട് എത്തുമ്പോൾ നമുക്കറിയാം 2 ചാൻസാണ് നമ്മൾ പറഞ്ഞത്. മാർച്ചിൽ എക്സാം നടക്കുകയാണെങ്കിൽ നിങ്ങളൊരു 3 മാസമെങ്കിലും അല്ലെ പേപ്പർ ഇവാലുവേഷന് കൊടുക്ക്, 3 മാസമെങ്കിലും PSCക്ക്. അങ്ങനെയാണെങ്കിൽ പിന്നെ എപ്പോഴാണ് പരീക്ഷ നടക്കുക? പരീക്ഷ നടക്കാനുള്ള ചാൻസ് ജൂലൈയിലാണ്. കാരണം ഇപ്പോൾ ജൂണിലായാലും നമ്മൾ പറഞ്ഞു പരീക്ഷ നടക്കാനുള്ള ചാൻസ് കുറവാണ്. ജൂലൈയിലാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ, ജനറൽ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് ജൂലൈയിലാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ മനസ്സിലായല്ലോ, നിങ്ങൾക്ക് മാർച്ച് കഴിഞ്ഞ് 3 മാസമേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കേണ്ടി വരും. നിങ്ങളുടെ GS ക്വസ്റ്റ്യൻസ് ഏതുപോലെ ആയിരിക്കില്ല? നിങ്ങളുടെ പ്രിലിംസ് പോലെ ആയിരിക്കില്ല. ഒരു 3-4 മാസത്തെങ്കിലും കറണ്ട് അഫെയർ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും ആ സമയത്തേക്ക്. ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞ് വേണം എങ്ങോട്ട് പോകാൻ? നിങ്ങളുടെ മെയിൻസിലോട്ട് പോകാൻ. ഇനി ഈ 2 പരീക്ഷകൾ ഇപ്പോൾ LSGS ആയാലും SI ആയാലും വലിയൊരു മാർക്ക്, മനസ്സിലായല്ലോ, 40 മാർക്കിന് എബോവ് 40+ മാർക്കെങ്കിലും സ്പെഷ്യൽ ടോപ്പിക് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പുതിയ എക്സാം പഠിക്കുന്ന പോലെ നിങ്ങൾ പഠിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, മെയിൻസിനുള്ള GS ടോപ്പിക് കൂടെ ഇപ്പൊ കവർ ചെയ്ത് വെച്ചേക്കണം. ക്ലിയർ? ഓക്കെ. ദെൻ ആൻഡ് സെക്കൻഡ് പോസിബിലിറ്റി ഈസ് ഒക്ടോബർ. മനസ്സിലായല്ലോ. ഇനി നമ്മളിവിടെ പറഞ്ഞു പരീക്ഷ മാർച്ചിൽ നടക്കാതെ ജൂലൈയിൽ എങ്ങാനോ നടക്കുന്നെങ്കിൽ പിന്നെ മെയിൻസ് വരാനുള്ള ചാൻസ് എപ്പോഴാ? ഒക്ടോബറിലാണ്. അതായത് നിങ്ങൾക്ക് കൂടുതൽ സമയം പഠിക്കാനുണ്ട്. മനസ്സിലായല്ലോ. ഇതാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, കൂടുതൽ സമയമുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് പ്രിലിംസ് കഴിഞ്ഞിട്ട് എത്ര കിട്ടൂ? 3 മാസം തന്നെ കിട്ടൂ. ആൻഡ് അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ എന്തായിരിക്കും? ടഫർ ആയിരിക്കും. പ്രിലിംസ് കഴിഞ്ഞ് വരുന്ന, അതിൽ തന്നെ എലിമിനേഷനും കഴിഞ്ഞ് വരുന്ന ആൾക്കാർ എവിടെയുള്ളൂ? മെയിൻസിൽ വരുന്നുള്ളൂ. സോ നിങ്ങളൊരു ഒരു നല്ല ഹൈലി കോമ്പറ്റീറ്റീവ് വെറ്ററൻസ് ഉൾപ്പെടുന്ന ഒരു ക്രൗഡിനെയാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് UPSC ആസ്പിരൻസ് പോലെ എല്ലാവരും ഗസറ്റഡ് റാങ്ക് ആയതുകൊണ്ട് തന്നെ എയിം ചെയ്യുന്ന ഒരു പരീക്ഷയാണ് LSGS സെക്രട്ടറി പോലെ. അപ്പോൾ ഒരു ടഫർ കോമ്പറ്റീഷൻ ഉണ്ടാവും. വേറൊരു നഗ്നമായ സത്യം എന്ന് പറയുന്നത് എന്താണ്? പ്രിലിംസിന്റെ റിസൾട്ട് വന്ന് 1 മാസേ PSC ഇപ്പോൾ മെയിൻസ് പഠിക്കാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. മനസ്സിലായല്ലോ. റിസൾട്ട് വന്നിട്ട് വാല്യുവേഷൻ സമയം എടുക്കും, ശരിയാണ്. പക്ഷേ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ SA ആയിക്കോട്ടെ കഷ്ടിച്ച് 1 മാസമാണ് നിങ്ങൾക്ക് മെയിൻസ് പഠിക്കാൻ കിട്ടിയത്, അല്ലെങ്കിൽ മെയിൻസിലോട്ട് പ്രിപ്പയർ ചെയ്യാൻ തന്നത്. 1 മാസം വരെ ഈ 1 മാസം റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളെ കൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ച് തീർക്കുക അല്ലെങ്കിൽ ബാക്കി GS ടോപ്പിക്ക് കവർ ചെയ്യുക എന്നുള്ളതൊന്നും എളുപ്പത്തിൽ പോസിബിൾ ആവുന്ന ഒരു കാര്യമല്ല. സോ ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. ഇപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ നടക്കുവാണെങ്കിൽ, നമ്മൾ പറഞ്ഞ പോലെയൊക്കെ നടക്കുവാണെങ്കിൽ ഇന്റർവ്യൂവിനുള്ള പോസിബിലിറ്റി എപ്പോഴാ? വീണ്ടും നിങ്ങൾ 2-3 മാസം കയറ്റി വെച്ചോ. നവംബർ 2024 അല്ലെങ്കിൽ ഏറ്റവും നീണ്ടുപോയാൽ ഒരു ജനുവരി 2025 എന്ത് നടക്കാം? ഇന്റർവ്യൂ നടന്ന് പിന്നെയോ ഫൈനൽ ലിസ്റ്റ് ഡിസംബർ 2024 അല്ലെങ്കിൽ മാർച്ച് 2025 വരാം. ഹോപ്പ് ഡിസംബർ 2024 തന്നെ വന്നു. അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ആരോ ആയിക്കൊള്ളട്ടെ, ഡിസംബർ 2024 കഴിയുന്ന സമയത്ത്, അടുത്ത വർഷം കഴിയുന്ന സമയത്ത് നിങ്ങൾ ആരായി ഉണ്ടാവും? നിങ്ങൾ ഒന്നുകിൽ ഒരു SA ആയി ഉണ്ടാവും, നിങ്ങളൊരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനായി ഉണ്ടാവും, നിങ്ങളുടെ ചുറ്റുപാടും മാറിക്കാണും അല്ലെ. നിങ്ങൾ എല്ലാ രീതിയിലും മാറി, നിങ്ങളൊരു പുതിയ ലോകത്തോട്ട് നിങ്ങൾ മാറും. നിങ്ങളുടെ ലൈഫ് അറ്റ്ലീസ്റ്റ് മാറിയിരിക്കും. കാരണം നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ഒരു എൻവയോൺമെന്റ് തന്നെ എൻറ്റയർലി പുതിയൊരു സംഭവമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈനലിസ്റ്റ് ഡിസംബർ 2024 വരും എന്ന് തന്നെ മനസ്സിൽ വെച്ചോ. അതായത് അടുത്ത കൊല്ലം കഴിയുമ്പോഴേക്കും നിങ്ങൾ
നിങ്ങൾ ഓരോരുത്തരും ആരായിരിക്കും? ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ആരായിരിക്കും? ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനായിരിക്കും, അല്ലെങ്കിൽ ഒരു സബ് ഇൻസ്പെക്ടർ ആയിരിക്കും. ആ ലെവലിൽ ഇപ്പൊ തന്നെ ചിന്തിക്കുക, പഠിക്കുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക. ആൻഡ് ഇതിനെല്ലാം മനസ്സിലായാലോ? ഇത്ര ചുരുങ്ങിയ സമയമാണ്, ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള സത്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു മെന്ററുടെ സഹായം വേണ്ടി വരാം, അല്ലെങ്കിൽ വേണ്ടി വരും. മനസ്സിലായാലോ? കാരണം ഇത്രയും കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്നാൽ ഏറ്റവും വേണ്ട കാര്യം മാത്രം പഠിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു നല്ല സ്റ്റഡി പ്ലാൻ വേണം, നിങ്ങൾക്ക് നല്ലൊരു മെന്റർഷിപ്പ് വേണം, നിങ്ങൾക്ക് നല്ലൊരു ടെസ്റ്റ് സീരീസ് വേണം. നിങ്ങളെ കൃത്യമായി സമയത്ത് ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങളത് സ്വയം ചെയ്യണം കേട്ടല്ലോ. നിങ്ങൾ സമയത്ത് ഇവാലുവേറ്റ് ചെയ്യണം. ഞാൻ സിലബസിന്റെ എത്ര ഭാഗം കവർ ചെയ്തു, ഞാൻ ഇനി എത്ര പഠിക്കാനുണ്ട്, എൻ്റെ ടൈം ടേബിൾ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടോ. പക്ഷെ ഇതെല്ലാം നിങ്ങൾ ചെയ്യാതെ തന്നെ ഒരു മെന്റർ അസിസ്റ്റോടെ നിങ്ങൾക്ക് ചെയ്ത് കിട്ടണം എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളുടെ അടുത്തോട്ട് വരാം. KS മെന്റർ ഡിഗ്രി ലെവൽ എക്സാമുകളിൽ അതാണ് KS മെന്ററിന്റെ ചരിത്രം. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റഡി പ്ലാനിൽ, ആ ടെസ്റ്റ് സീരീസിൽ, ആ ഏറ്റവും സക്സസ്ഫുൾ ആയ വീക്ക്ലി മന്ത്ലി ടെസ്റ്റുകളിലൂടെ ഞങ്ങളുടെ അടുത്തൊരു റാങ്ക് ഹോൾഡർ ആവാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. KS മെന്റർ ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഈ ഗൂഗിൾ ഫോമിലോ ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യണം. വളരെ ലിമിറ്റഡ് സീറ്റുകളേ ഉള്ളൂ. ഇതേ നോട്ടിഫിക്കേഷൻ എത്തി, മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് തന്നെ തീരെ നിങ്ങളുടെ കയ്യിൽ സമയമില്ല, പെട്ടെന്ന് വരിക, ഒപ്പം പഠിക്കാം, ഒപ്പം എന്ത് ചെയ്യാം, അടുത്ത 2024 എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എവിടെ എത്തണം? റാങ്ക് ലിസ്റ്റിൽ എത്തിയിരിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റും, അപ്പൊ GS ടോപ്പിക് ഇങ്ങനെയൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മാത്സ്, മലയാളം, ഇംഗ്ലീഷിന് ഇത്ര വെയിറ്റേജ് ഉണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ 50 മാർക്കോളം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരുന്നില്ല, സ്പെഷ്യൽ ടോപ്പിക് 40 മേലെ വരുമെന്ന് പറയുന്നു, അതൊരു പുതിയ സബ്ജക്റ്റ് തന്നെയാണെന്ന് പറയുന്നു. ഇതൊക്കെയാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒന്നല്ല ഈ കാണുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ. ഞങ്ങളുടെ ഇവിടെ പഠിച്ചു പോയ എല്ലാ ഉദ്യോഗാർത്ഥികളും കാണിച്ചു തന്നതും അത് തന്നെയാണ്. ഇതൊന്നും അങ്ങനെ വലിയ കാര്യങ്ങളല്ല, അല്ലെങ്കിൽ വലിയ നടത്തിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് നിങ്ങൾ കാണരുത്. ഇനി എപ്പോഴും ആലോചിക്കുക, നമ്മുടെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇതെല്ലാം കഴിഞ്ഞ് ഐൻസ്റ്റീന് ഫീൽ ചെയ്ത് ദി മോർ ഐ ലേൺ ദി മോർ ഐ റിയലൈസ് ഹൗ മച്ച് ഐ ഡോണ്ട് നോ. മനസ്സിലായല്ലോ? അപ്പോൾ പൊളിറ്റി പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞെന്ന്, അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞെന്ന്, എക്കണോമി പഠിച്ചു കഴിഞ്ഞെന്നാണ് നിങ്ങളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞിരിക്കെങ്കിൽ മനസ്സിലാക്കുക, ഇനിയും ആയിരക്കണക്കിന് ടോപ്പിക്കുകൾ, ആയിരക്കണക്കിന് സബ് ടോപ്പിക്കുകൾ, 10,000കണക്കിന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിൽ ഇനിയും കാണാനുണ്ട്, നിങ്ങൾ അതിന് ഇനിയും പഠിക്കാനുണ്ട്. അത് പലതും നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ ഞങ്ങളെപ്പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് നിങ്ങൾ കാണുന്ന സമയത്താണ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു പോർഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി കൃത്യമായി പഠിക്കുക, എങ്കിൽ മാത്രമേ ഇതുപോലൊരു ഹൈലി കോമ്പറ്റീറ്റീവായ, മനസ്സിലാക്കുക, ഗസറ്റഡ് ഓഫീസർ റാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഈ ചുറ്റും കാണുന്ന പോലെയല്ല, അത്രയും കോമ്പറ്റീറ്റീവായ പരീക്ഷയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതിന് ആ ഗൗരവത്തോടെ കണ്ട് തന്നെ പഠിക്കുക. ഒരു ഫ്രഷ് ആയിട്ടൊരു ടോപ്പിക്ക് പഠിക്കുന്ന പോലെ തന്നെ ഓരോ വിഷയവും പഠിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അടുത്ത കൊല്ലം എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ഈ കാണുന്ന പോസ്റ്റുകളിലോട്ട് എത്തിക്കാണുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. മനസ്സിലായല്ലോ? സോ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.